നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. 3.5 പതിറ്റാണ്ട് കാലമായി ഭക്തിഗാനങ്ങളിലൂടെയും ഒരുപിടി ഹിറ്റ് ഗാനങ്ങളിലൂടെയും മലയാളിയുടെ സംഗീത ലോകത്തെ സാന്ദ്രമാക്കുന്ന ഒരു ശുഭ്രവസ്ത്രധാരി മറ്റാരുമല്ല, മാർക്കോസിനെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. മാർക്കോസ്, ഒരുപാട് കാലമായി താങ്കളെ ഈ കസേരയിൽ കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു 3.5 പതിറ്റാണ്ടായിട്ട് താങ്കളെ മലയാളികൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുണ്ടിന്റെ നിറമൊന്നും മാറിയോ അല്പം? ശുഭ്രം എന്നുള്ളത് പണ്ട് മുതലേ അങ്ങനെയാണ്. അങ്ങനെയാണ്. ഫോട്ടോയിൽ വരുമ്പോൾ വെള്ളയാണ്, പക്ഷെ മുണ്ട് കോടി തന്നെയാണ്. ആണല്ലേ? അപ്പൊ നമ്മൾ ഫോട്ടോയിലും മറ്റേ ഈ TV-യിലൊക്കെ കാണുമ്പോൾ അടിമുടി വെളുത്തതാണ്. വാച്ച് എല്ലാം നമുക്ക് ആ വെളുപ്പിന്റെ ആ ഒരു അഡിക്ഷനെ കുറിച്ച് നമ്മൾ പിന്നീട് സംസാരിക്കാം. ഇപ്പം താങ്കൾ പാടിക്കൊണ്ടു വന്ന പാട്ട് ഇസ്രായേലിൻ നാഥൻ, എനിക്ക് തോന്നുന്നു മാർക്കോസ് എന്നുള്ള വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വരുന്നത് ആ പാട്ടാണ്. താങ്കൾ ഒരുപാട് ഹിറ്റുകൾ മലയാളിക്ക് പ്രദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ പാട്ടിൽ ഒരു ക്രിസ്തീയ ഭക്തിയുടെ തരംഗമുണ്ടെങ്കിൽ പോലും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും, അത് മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും ജാതി മത ഭേദമന്യേ മാർക്കോസിനെ ഒരുപക്ഷെ നെഞ്ചിലേറ്റാനുള്ള കാരണം ഈ ഒരു പാട്ടാണ്. തീർച്ചയായും നമുക്ക് ഈ പാട്ടൊന്ന് ഒരു 5-6 ലൈനും കൂടെ പാടിയിട്ട് തീർച്ചയായിട്ടും പാടാം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. ആബാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ആബാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മാർക്കോസിൽ എത്ര പാടിയിട്ടുണ്ടോ? എണ്ണം ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ 1979 കാലഘട്ടത്തിൽ രംഗത്ത് വന്നു. റെക്കോർഡിങ്ങിന് 81 മുതൽ പാടാൻ തുടങ്ങി. ഏകദേശം റെക്കോർഡിങ്ങിൽ ഒരു 15,000-ഓളം പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അതിൽ ഏകദേശം 10,000-ഓളം ക്രിസ്ത്യൻ ഡിവോഷനിൽ തന്നെയാണ്. ഈ ഒരു പാട്ടായിരിക്കും താങ്കൾ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള വേദികളിൽ? ഒരു പക്ഷേ എൻ്റെതായ പാട്ടുമായിട്ട് ഞാൻ പാടിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഈ പാട്ടായിരിക്കും ഏറ്റവും കൂടുതൽ പാടിയിട്ടുണ്ടാവുക. ഇത് പക്ഷേ 1999 ഒക്ടോബറിൽ റെക്കോർഡ് ചെയ്ത പാട്ടാണ്. ഇപ്പോൾ ഏതാണ്ട് 17 വർഷം ആവുക ഈ പാട്ട് ടോപ്പായിട്ട് നിൽക്കാൻ തുടങ്ങി. ഏത് സദസ്സിൽ പോയാലും താങ്കളോട് ആദ്യം പാടാൻ പറഞ്ഞൊരു പാട്ട് ഇതായിരിക്കും. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് 1-2 പേര് താങ്കളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കാം. ഹായ് മാർക്കോസ് ചേട്ടാ, സുഖമായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, ഈ പാട്ട് ഇന്ന് ലോകം മുഴുവനും മലയാളികൾ ഏറ്റുപാടിയ ഒരു ഗാനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ്. പക്ഷേ അതിൽ മാർക്കോസ് ചേട്ടൻ്റെ ശബ്ദം വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്ര കണ്ട് ഈ പാട്ട് ഹിറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ പാട്ട് കമ്പോസ് ചെയ്യുന്നത് ബേബി ജോൺ കലയന്താനിയും ഞാനും ചേർന്നുമാണ്. ബേബി ജോൺ കലയന്താനി ലിറിക്സ് എഴുതുന്നു, ഞാൻ അതിന് മ്യൂസിക് കൊടുക്കുന്നു. ഞങ്ങളത് കമ്പോസ് ചെയ്തതിന് ശേഷം എൻ്റെ മനസ്സിലേക്ക് ഇത് ഒന്നുകിൽ യേശുദാസ് പാടണം അല്ലെങ്കിൽ KG മാർക്കോസ് പാടണം. പക്ഷേ ദാസേട്ടനെ ആ കാലഘട്ടങ്ങളിൽ അത് കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. പിന്നീട് സെക്കൻഡ് ഓപ്ഷൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് മാർക്കോസ് ചേട്ടനാണ്. മറ്റാരെയും കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ അത് പാടുവാനായിട്ട് ദൈവം വിധിച്ചത് മാർക്കോസ് ചേട്ടനാണ്. അത് വളരെ മനോഹരമായിട്ട് മാർക്കോസ് ചേട്ടൻ അത് പാടിയത് കൊണ്ട് തന്നെ ഇന്ന്
ലോകം മുഴുവനും അത് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. വളരെ സന്തോഷമുണ്ട് എൻ്റെ ആ പാട്ടിൽ മാർക്കോസ് ചേട്ടൻ്റെ ശബ്ദം വന്നതിലും ഇന്ന് ലോക ജനത ഏറ്റുപാടുന്ന ഒരു ഗാനമായിട്ട് അത് മാറിയതിലും. മാർക്കോസ്, സന്തോഷമുണ്ട്. പക്ഷേ ദാസേട്ടനെ കൊണ്ട് പാടിക്കാൻ അവിടെ ഇരുന്നതാണ്. അതെ, അത് ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്. ദാസേട്ടൻ തന്നെ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ നെൽമണിയും ആർക്ക് വെച്ചിരിക്കുന്നു അത് ആര് ഭക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ അത് എന്നിലായിരിക്കും വന്ന് പെട്ടത്. ഈ പാട്ട് പാടുമ്പോൾ അത് വലിയൊരു ഹിറ്റാവുമെന്ന് മാർക്കോസ് ഒരിക്കലും അങ്ങനൊരു വിചാരം ഉണ്ടായിരുന്നില്ല. സത്യമായിട്ടും അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം ഇത് അത്രയും വർഷത്തിനോടിടയിൽ ഞാൻ പറഞ്ഞില്ല 99 കാലഘട്ടത്തിലാണ് ഇത് പാടുന്നത്. അപ്പോൾ 81 മുതൽ അല്ലെ 82 മുതൽ 99 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ പല പാട്ടുകളും പാടിയിട്ടുണ്ട്. വലിയ നല്ല ഹിറ്റുകളും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പീറ്ററിൻ്റെ തന്നെ തുടക്കം ഒരുപക്ഷെ ഞാനാണ് ആദ്യത്തെ പാട്ട് ഞാൻ പാടുന്നത് 92-ല്. ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു, അങ്ങനെ ഒരു പാട്ടോടുകൂടിയാണ് പീറ്റർ രംഗത്ത് വരുന്നത്. അത് തന്നെ ശ്രദ്ധിക്കപ്പെട്ട പാട്ടായിരുന്നു. അതിനുശേഷം സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്, ഒരുപാട് ജോണി സാഗരികയുടെ ഒരു വർക്കായിരുന്നു. അത് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ്. അതുപോലെ ആകാശം മാറും ഭൂതലവും മാറും ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻവചനം മാത്രം. അത് ഒരു കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കും. 10,000-ഓളം എത്ര പാടി? ഏകദേശം 10,000-ഓളം ക്രിസ്ത്യൻ ഡിവോഷണൽ, 10,000-ഓളം ക്രിസ്ത്യൻ ഡിവോഷണൽ, ഒരു 4,000-ഓളം മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ട്. ഒരു അതിൽ കൂട്ടത്തിൽ കുറവ് പാടിയിട്ടുള്ളത് ഹിന്ദു ഡിവോഷണലാണ്. ഒരു 2,000 ഉണ്ടാവും. ഏകദേശം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഷണൽ പാടിയിട്ടുള്ളത് മാർക്കോസ്. ഒരു പക്ഷേ ഞാനായിരിക്കാം, ഒരു പക്ഷേ. 15,000-ഓളം ഭക്തിഗാനങ്ങൾ. ഇത്രയും ഭക്തിഗാനങ്ങൾ പാടുന്ന ഒരാളുടെ മനസ്സിൽ എത്രത്തോളം ഭക്തി ഉണ്ടെന്നുള്ളതാണ് ഒരു പക്ഷേ ഉയർന്നു വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം. ഇവരുടെയൊക്കെ മനസ്സിൽ വരുന്ന ചോദ്യം. പക്ഷേ നല്ലൊരു വരട്ടെ ഒരാളെന്താ ചോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊക്കെ പാടി എല്ലാവർക്കും അറിയാം, നല്ലൊരു പാട്ടുകാരനാണ്, നന്നായി പാടുന്നു. ഇത്രയും പ്രാർത്ഥനാ നിർഭരമായ ഒരു പാട്ട് ഒരാളുടെ മനസ്സിലേക്ക് കയറുവാൻ വ്യക്തി ജീവിതത്തിൽ അനുദിന പ്രാർത്ഥനകൾ ഉണ്ടോ? അതിൻ്റെ ആഴം എങ്ങനെ? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. ചോദ്യമായിരുന്നു, പക്ഷെ അദ്ദേഹം അത് ഏറ്റെടുത്ത് ചോദിച്ചു. തീർച്ചയായിട്ടും. കാരണം ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും ദൈവം, നമ്മൾ അവസാനത്തെ ഒരു വിളിയുണ്ട്, ദൈവമേ എന്നൊരു വിളിയുണ്ട് അവസാനം. എത്ര വലിയവനാണേലും എത്ര ചെറിയവനാണേലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ വിളിച്ചു പോകും ദൈവത്തെ. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞൊരു ഒരു സാങ്കല്പികമാണെങ്കിൽ പോലും അങ്ങനെ ഒരു, ഞാൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ അങ്ങനെ ഒരു വ്യക്തി ഉണ്ട്. അപ്പം നമ്മൾ ആ വിശ്വാസത്തിൽ വളർന്നു വന്നതുകൊണ്ടും പലപ്പോഴും നമ്മൾ ലോകത്തിലെ മറ്റു കാര്യങ്ങൾ കാണുമ്പോഴും നമ്മുടെ സ്വന്തം ജീവിതത്തിലൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. താങ്കൾ നല്ലൊരു ഭക്തനാണ്. തീർച്ചയായിട്ടും. ദൈവഭയമുണ്ട്. ദൈവഭയമുണ്ട്. കൃത്യമായിട്ട് പള്ളി പരിപാടികളിലൊക്കെ പങ്കെടുക്കും. എല്ലാ ആഴ്ചയിലും പള്ളിയിൽ കൃത്യമായിട്ട് പോകുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ കഴിവതും പള്ളികളിൽ പോകും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇന്ന പള്ളി എന്നുള്ള രീതിയിലല്ല ഞാൻ പോകുന്നത്. ഞാൻ പൊതുവെ ദൈവത്തോടുള്ളൊരു അത് മാത്രം. അതാണ്. അപ്പൊ ഞാൻ ഏത് സഭയാണ് അങ്ങനെയല്ല. ഞാനൊരു മനസ്സിലായി, അതായത് ദൈവവിശ്വാസം. പോകുന്ന വഴിക്ക് കാണുന്ന പള്ളിയിൽ ഞാൻ പ്രാർത്ഥിക്കും. മാർക്കോസ്, അതുപോലെ തന്നെ താങ്കൾ പല സ്റ്റേജുകളിലും പാടിയിട്ടുള്ളത് ദാസേട്ടനൊരു പാട്ടുണ്ട്, എനിക്കൊന്ന് യഹൂദിയായില്ലേ. അത് വളരെ പ്രധാനപ്പെട്ട. അത് താങ്കൾ പാടുമ്പോൾ ഒരുപക്ഷെ ദാസേട്ടൻ പാടുന്ന പോലത്തെ ഒരു ഫീല് പ്രേക്ഷകർക്ക് കിട്ടുന്നതുകൊണ്ടായിരിക്കാം താങ്കളോടത് ആ പാട്ട് പാടാൻ വേണ്ടി. വേണമെങ്കിൽ ഈ ഇസ്രായേലിൻ്റെ കൂടെ താങ്കൾ ആരാധിക്കുന്ന മറ്റൊരു ദൈവമായിട്ടുള്ള ദാസേട്ടൻ്റെ ആ പാട്ട് കൂടി നമുക്ക് വേണം പാടിക്കൊണ്ട്. തീർച്ചയായിട്ടും. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാവാർത്തിരുന്നോ രജപാലക ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. ഇസ്രായേലിൻ നാഥനൊപ്പം താങ്കളെ തേടിയെത്തുന്ന ഒരു റിക്വസ്റ്റ് ആയിരിക്കും ഈ പാട്ടും കൂടി. മിക്കവാറും എല്ലാ വേദിയിലും ഇത് ഇടയകന്യകയും. കാരണം ഒരു കാലത്ത് ഞാൻ ഗാനമേള ആരംഭിക്കുമ്പോൾ
1979 കാലഘട്ടങ്ങളിൽ എന്നെ കൊണ്ട് റിക്വസ്റ്റ്, ഞാൻ അന്ന് ആദ്യം സത്യനായക മുക്തിദായക എന്നുള്ളൊരു പാട്ടോടുകൂടിയായിരുന്നു ഗാനമേള ആരംഭിച്ചിരുന്നത്. പക്ഷെ അതിനുശേഷം പിന്നീട് പല വേദികളിലും ചെല്ലുമ്പോൾ ജനം തന്നെ പറയും, ചേട്ടാ ഇടയകന്യക ഒന്ന് പാടുക ചേട്ടാ. അങ്ങനെ പിന്നെ ഇടയകന്യക കുറേ വർഷങ്ങൾ ഇടയകന്യക പാടി. കാരണം അവരുടെ മനസ്സിൽ, കാരണം നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ദാസേട്ടൻ എന്നുള്ളൊരു ഫിഗറാണ് ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം. എന്താണ് ശബ്ദം, അല്ലെങ്കിൽ എന്താണ് സംഗീതം, എങ്ങനെ അത് പാടണം എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം ദാസേട്ടനായിരിക്കും. ദാസേട്ടൻ്റെ ഈ പറഞ്ഞ പോലെ വൈകുന്നേരത്തെ ഈ പാട്ട് മേള തുടങ്ങുന്നത് ഇടയകന്യകയിലാണ്. അപ്പോൾ അത് ആ ഒരു സ്മരണ വെച്ചാണ് താങ്കളോട് ആ പാട്ട് പാടാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇന്നും ഒരു 50 വയസ്സിന് മേലെ ഉള്ളവരുടെയൊക്കെ മനസ്സിൽ ആ ഒരു ഇതാണ് ഗാനമേള എന്ന് പറയുമ്പോൾ. അങ്ങനെയാണ്, ഇടയകന്യാണ് ഒരു കണക്കുകൂട്ടലുണ്ട് ആളുകൾക്ക്. അതൊരു പാട്ടല്ല, അതൊരു നിയമമാണ്. അതെ 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 തീർച്ചയായും. അത് എല്ലാവരോടും അങ്ങനെ ആയിരിക്കണമെന്നില്ല. എന്നോട് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയുക. താങ്കളും ദാസേട്ടനും തമ്മിലുള്ള സാമ്യം അത് ഒരുപക്ഷെ താങ്കൾക്ക് കടുത്ത ആരാധനയാകാം, താങ്കളെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്ന ഒരു ഫീലാകാം. എന്തായാലും ഒരു ജൂനിയർ ദാസേട്ടൻ, യേശുദാസ് എന്നുള്ള ഒരു ലേബലിലാണ് താങ്കൾ ഒരുപാട് കാലം അറിയപ്പെട്ടത്. അങ്ങനെയാണ്, തീർച്ചയായിട്ടും അങ്ങനെയാണ്. എപ്പോഴും അത് ആ ദാസേട്ടൻ്റെ പേര് പറഞ്ഞുകൊണ്ടായിരിക്കും ഒരുപക്ഷെ താങ്കളെ സമീപിക്കുന്നത്. ഒരാൾ വരുന്നുണ്ട്, നോക്കട്ടെ. ഹലോ മാർക്കോസും ഞാനും ഒരേ കാലഘട്ടത്തിൽ കോളേജിൽ പഠിച്ചവരാണ്. ആ കാലഘട്ടത്തിൽ കൊല്ലത്ത് വളരെ ശക്തമായി പ്രചരിച്ചിരുന്ന, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വിശ്വസിച്ചിരുന്ന ഒരു കഥയുണ്ട്. ആ കഥയെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുദാസ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ദാസേട്ടൻ പോലും ദാസേട്ടനെ മാർക്കോസിനോളം ആരാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്ന് ചിലപ്പം ദാസേട്ടൻ ഒരു വെള്ള ഷർട്ട് അല്ലെങ്കിൽ വെള്ള പാൻ്റ് അല്ലാതെ ഏതെങ്കിലും ഒരു കളറ് ഡ്രസ്സ് ഇട്ടേക്കാം, പക്ഷേ മാർക്കോസ് ഒരിക്കലും ഇടില്ല. അപ്പോൾ അതിന് നമ്മളെല്ലാം കൂടുതൽ വിശ്വസിച്ചതിൻ്റെ കാര്യം മാർക്കോസ് വെള്ള പാൻറ്റ്, വെള്ള ഷർട്ട്, വെള്ള ചെരുപ്പ്, വെള്ള പേന, വെള്ള ഫയല്, വെള്ള സൈക്കിള്, ഇത്രയും നമ്മൾ നിത്യേനെ കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷെ നമുക്കെല്ലാം സന്തോഷമായിരുന്നു. കാര്യം ദാസേട്ടൻ്റെ പോലെ പാടുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് നമ്മളെല്ലാവരും ആ ആരാധനയിൽ ഒരു ന്യായം കണ്ടെത്തിയിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഒരിക്കൽ ഇതേപോലെ കൊല്ലത്ത് ദാസേട്ടൻ ഏറ്റവും അടുത്ത ഒരു വേണുവേട്ടൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ദാസേട്ടനെ കാണാനും ദാസേട്ടൻ മാർക്കോസിൻ്റെ വീട്ടിൽ വരാനുമുള്ള ഒരു ഭാഗ്യമുണ്ടായി. അപ്പം ഞാനന്ന് കണ്ടില്ല. ഒരുപാട് പേരെന്നോട് പറഞ്ഞു, അന്ന് വന്നിരുന്നെങ്കിൽ മാർക്കോസിൻ്റെ മുഖത്ത് നിന്നും ഒരു നടനെന്ന നിലയിൽ ജന്മസാഫല്യം, സായുജ്യം എന്നൊക്കെയുള്ള ആ എക്സ്പ്രഷൻസ് നമുക്ക് കണ്ട് പഠിക്കാമായിരുന്നു. അത്രയ്ക്ക് സന്തോഷവാനായിരുന്നു മാർക്കോസ് എന്നുള്ളതാണ്. അപ്പോൾ അന്ന് അവിടെ ദാസേട്ടന് വിഷമം വരാത്ത തരത്തിൽ എന്തെങ്കിലും വിഷമം വരുമോ എന്ന് പേടിച്ചിട്ട് വെള്ളച്ചോറും മോരും തൈരും പാലും പച്ചടി, അങ്ങനെ കരിമീൻ, മപ്പാസ് എല്ലാം വെള്ള കളറിലെ ആഹാരങ്ങളാണ് അവിടെ വിളമ്പിയതെന്നും പിന്നീട് ഭക്ഷണം കഴിഞ്ഞ് മുന്തിരിങ്ങ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ വെച്ച് മുന്തിരിങ്ങ, അപ്പം വെള്ള മുന്തിരിങ്ങ കൊടുത്തു. അതെവിടെ നിന്ന് മേടിച്ചെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ വെള്ള മുന്തിരിങ്ങ കൊടുത്തായിരുന്നു. ഞാനിത് കുറച്ച് അതിശയോക്തി കലർന്ന ഒരു ചോദ്യമാണെങ്കിലും എൻ്റെ ചോദ്യത്തിൻ്റെ ആ സാരം എന്ന് പറയുന്നത്, ദാസേട്ടനുള്ള ആരാധന എത്രമാത്രം ഡീപ്പായിരുന്നു ആ കാലഘട്ടത്തിൽ. അത് ഒന്ന് നമ്മൾ അറിഞ്ഞൂടാത്ത, നമ്മളറിയാത്ത, അല്ലെങ്കിൽ ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദാസേട്ടനോടുള്ള ആ ആരാധനയുടെ ഡെപ്ത് ഞങ്ങൾക്ക് ഒന്നറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. സുരേഷ് വളരെ സരസമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ഇതൊക്കെ സംഭവിച്ചത് തന്നെയാണോ? അല്ല, ഇപ്പം പറഞ്ഞതിൽ ഒരു നല്ല ശതമാനം സത്യം. വെള്ള കാറുള്ളത് പോലെ വെള്ള സൈക്കിളില്ല. അപ്പം അതൊരു അതിശക്തിയാണ്. പിന്നെ വെള്ള മുന്തിരിങ്ങയും കിട്ടാൻ പ്രയാസമാണ്. പുള്ളി പറഞ്ഞത് അത്രയ്ക്കുള്ള ആ ഒരു ആരാധന, അത് സത്യമാണ്. അതല്ല, ഇതൊക്കെ ഏതെങ്കിലും സംഭവിച്ചോ? വെള്ളച്ചോറും തൈരൊക്കെ എടുത്തു വെച്ചോ? അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ശരി, എന്തോ ചെയ്തു. ഇപ്പൊ വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ. പക്ഷെ കറക്റ്റ് വെള്ളച്ചോറും ഈ തൈരും സാധാരണ നമ്മളെല്ലാം വെള്ളച്ചോറൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വെള്ള ബിസ്ക്കറ്റോ വെള്ള ആണെങ്കിൽ പിന്നെ നമുക്കൊരു എവിടെയെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് പറയും. വെള്ളച്ചോറ് വീട്ടിലേക്ക് വന്നു. എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ വരുമായിരുന്നു. 70-72 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ കൊല്ലത്ത്, എൻ്റെ ഫാദർ ഡോക്ടറായിരുന്നു. അപ്പോൾ അങ്ങനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ഞങ്ങൾ കൊല്ലത്ത് താമസിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ വരും. അപ്പോൾ അന്ന് ഇത്ര തിരക്കില്ല.
ദാസേട്ടൻ എന്നല്ല, ഈ സിനിമ ഇൻഡസ്ട്രിക്ക് അന്നൊരു വർഷം 30-35 സിനിമ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ ഒരു സിനിമയിൽ 5-6 പാട്ടൊക്കെ ഉണ്ടാകും. അത് ഒന്നിച്ച് അതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞ് പിന്നെ വരുമ്പോൾ ഒരു ഗ്യാപ്പ് കാണും. ആ ഗ്യാപ്പിലാണ് പുള്ളി ഗാനമേളയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ സുധാകരൻ എന്ന് പറഞ്ഞൊരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്, അദ്ദേഹമാണ് തരങ്കണി ഡിസൈൻ ചെയ്തതൊക്കെ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരും. അപ്പോൾ ഞങ്ങൾ അടുത്തടുത്ത വീടുകളാണ്. അങ്ങനെയാണ് ഞാൻ ദാസേട്ടനെ ആദ്യം കാണുന്നത്. അപ്പോൾ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ അന്ന് എനിക്ക് 14 വയസ്സോ 15 വയസ്സോ മറ്റോ ഉള്ളൂ. ഈ പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തു. അദ്ദേഹം വീട് വരെ വന്ന് തിരിച്ചു പോയി. തൊട്ടപ്പുറം ആയതുകൊണ്ട് ഈ വെള്ള സാധനങ്ങളെല്ലാം സംഘടിപ്പിച്ച് കൊടുത്തു. ഈ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ മുകേഷിന്റെ ഒരു ഇതാണ്. പക്ഷെ മുകേഷ് സത്യം പറഞ്ഞാൽ അന്നും ഇന്നും ഈ പറഞ്ഞാൽ മാധവൻ എന്നുള്ള ഒരു വലിയൊരു നടന്റെ മകൻ എന്നുള്ളതിലുപരി ഞങ്ങൾ ദിവസവും കോളേജിൽ കാണും. കൂടാതെ ഒരേ സമയത്ത് പഠിച്ചവർ ഞങ്ങൾ ഒരേ സമയത്ത് പ്രീ ഡിഗ്രിക്കൊക്കെ ഒരേ സമയത്ത് ഒരേ അപ്പുറത്തും ഇപ്പുറത്തും. ഞാൻ ഫാത്തിമയിലും ഇദ്ദേഹം റോഡിന് ഇപ്പുറത്ത് SN കോളേജിലുമാണ് പഠിക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേ ദിവസം ഒരേ സമയത്ത് മിക്കവാറും കോളേജ് ജംഗ്ഷനിൽ വെച്ച്. മാർക്കോസ് വളരെ അച്ചടക്കമുള്ള വിദ്യാർത്ഥിയും മുകേഷ് അത്ര കോളേജിലോട്ട് പോകുന്ന വഴിയാ. അപ്പൊ ഇദ്ദേഹം മിക്കവാറും ജംഗ്ഷനിലൊക്കെ കാണും. ജംഗ്ഷനിലും ഉണ്ടാവും, കോളേജിൽ ഉണ്ടാവില്ല. കാരണം ജംഗ്ഷനും കോളേജ് വിട്ട് ഒരു 2 വീടിന്റെ അപ്പുറം ഇപ്പുറം ഉള്ള ദൂരേ ഉള്ളൂ. SN കോളേജ് ജംഗ്ഷനും SN കോളേജും വളരെ നിഷ്കളങ്കനായി പോയല്ലോ ഇങ്ങനെ. ഞാൻ പറഞ്ഞ അദ്ദേഹം കോളേജിൽ കയറുന്നതിന് മുമ്പ് റോഡിലൊക്കെ കാണും. അത്രേ ഉള്ളൂ. ശരി. അത് ഈ പറഞ്ഞാൽ ഈ നമ്മളെ അറിയപ്പെടുത്തുന്നതിന്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ. കാരണം അന്ന് മീഡിയ ഒന്നും ഇല്ലല്ലോ, ഇതുപോലെ മീഡിയ ഇല്ല. അപ്പം നമ്മളെ അന്ന് അറിയപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടി ജംഗ്ഷനിൽ നിൽക്കണം, ചെയ്യേണ്ടി വരും. മാർക്കോസ് ജംഗ്ഷനിൽ നിന്നിട്ടുണ്ടോ? ഞാൻ അങ്ങനെ നിന്നിട്ടില്ല. കാരണം വെച്ചാൽ എൻ്റെ വീട് അതിന് തൊട്ടടുത്തായിരുന്നു. അപ്പം അവിടെ നിന്ന് കഴിഞ്ഞാൽ അന്നൊക്കെ വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് വീട്. കോളേജ് സമരമാണെങ്കിൽ നേരെ വീട്ടിൽ വന്നോളണം. അതല്ല കോളേജിൽ 4 മണിക്ക് ക്ലാസ്. അപ്പോൾ മാർക്കോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞത് മുകേഷിനോടൊക്കെ ഉള്ളൊരു അസൂയായിരിക്കും. അന്ന് വ്യക്തിപരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അസൂയ ഉണ്ടായിരുന്നു. പക്ഷെ കലാപരമായിട്ട് അവൻ എന്നോട് അസൂയ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇവര് അന്ന് ഈ മിമിക്രിക്കൊന്നും അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള സമയമല്ല. 72-73 പാട്ടാണ് രാജാവ്. അന്ന് പാട്ടാണ്. അപ്പം ഞങ്ങൾ വന്നിട്ട് ഒരു സന്യാസിനിയോ അല്ലെങ്കിൽ ഒരു മംഗളം നേരുന്നോ ഒക്കെ പാടി കഴിഞ്ഞാൽ ഇവർ അതുവരെ കാണിച്ചൊക്കെ പോകും. അപ്പൊ പെമ്പിള്ളാർ വേണേൽ നമുക്ക് കൈയടിക്കും. അപ്പൊ ഈ മിമിക്രി കാണിച്ചൊക്കെ വെറുതെ ആയിപ്പോ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് എന്നോട് അസൂയായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇപ്പൊ നമുക്ക് അവരോട് അസൂയ. കാരണം ഈ മിമിക്രിക്കാരെല്ലാം ഇന്ന് ഏത് പാട്ടായിരുന്നു കോളേജ് പാടിക്കൊണ്ടത്? സ്ഥിരമായിട്ട് പാടുന്ന സന്യാസിനി പാടും. മംഗളം നമുക്കൊന്ന് സന്യാസിനി പിടിപ്പിച്ചാലോ? ഇവിടെയുള്ള ഈ പെൺകുട്ടികൾക്കെല്ലാം അത് ഭയങ്കര ഇഷ്ടമാണ്. സന്യാസിനി ഓ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനി ഓ ഡോക്ടർമാരുടെ കുടുംബത്തിൽ എനിക്ക് തോന്നുന്നു അച്ഛനും മുത്തച്ഛനും ഒക്കെ ഡോക്ടറായിരുന്നു അല്ലേ? അതെ. അപ്പം സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കലയിൽ മക്കൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനൊരു താല്പര്യം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും കുറച്ചുകൂടി അല്ലേ ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അച്ഛൻ ഡോക്ടർ, അച്ഛൻ്റെ അച്ഛൻ ഡോക്ടർ, അച്ഛൻ്റെ സഹോദരി ഡോക്ടർ, അച്ഛൻ്റെ അമ്മാവന്മാർ 2 പേര് ഡോക്ടർ, അച്ഛൻ്റെ അമ്മയുടെ അനിയത്തി ഡോക്ടർ. അപ്പോൾ ഒരു 6-7 ഡോക്ടേഴ്സ് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഇമ്മീഡിയറ്റ് റിലേഷൻസ്. അപ്പോൾ ഈ ആദ്യം വന്നത് പാട്ടിന്റെ വൈറസാണോ അതോ ദാസേട്ടന്റെ വൈറസാണോ വന്നത്? പാട്ടിന്റെ വൈറസ് ഒരു 7-8 വയസ്സിൽ തുടങ്ങിയത്. അപ്പോൾ ദാസേട്ടൻ എങ്ങനെയാണ്? ദാസേട്ടൻ്റെ ശബ്ദമാണ്, ദാസേട്ടനും സുശീലാമ്മയാണ് എന്നെ 8 വയസ്സിൽ സ്വാധീനിച്ച 2 ശബ്ദങ്ങൾ. അതായത് അച്ഛൻ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരാളുടെ വസ്തുവകകളിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അതായത് ഞങ്ങളുടെ വീട്, ഈ ഓണറുടെ വീട്, അദ്ദേഹത്തിന്റെ തിയേറ്റർ, അദ്ദേഹത്തിന്റെ പമ്പ് ഇന്നും ഉണ്ടത് പട്ടത്ത് ഒരു കോംപ്ലക്സിലാണ്. സലീം തിയേറ്റർ എന്നായിരുന്നു അന്നത്തെ അതിൻ്റെ പേര്. അപ്പോൾ ഈ തിയേറ്ററിൽ പ്ലേ ചെയ്യുന്ന പാട്ടുകൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ 7-8 വയസ്സേ ഉള്ളൂ. അപ്പോൾ കായംകുളം കൊച്ചുണ്ണിയിലെ പാട്ടുകൾ, ശകുന്തളയിലെ പാട്ടുകൾ, ഇങ്ങനെ അവിടെ പ്ലേ ചെയ്യുന്ന സിനിമയുടെ എല്ലാം പാട്ടുകൾ ഉച്ചയ്ക്ക് 6 മണിക്കും 8 മണി 9 മണിക്കുള്ള സിനിമ ഷോ തുടങ്ങുന്നതിന് മുമ്പ് 2 കോളാമ്പി വെച്ചിട്ട് പാടിക്കോളും. അപ്പോൾ ഇതൊക്കെ ദാസേട്ടൻ്റെ ശബ്ദമാണെന്ന് എങ്ങനെ മനസ്സിലായി?
അന്ന് യേശുദാസ് എന്നുള്ള വ്യക്തിയെ അറിയത്തില്ലെങ്കിലും ഇഷ്ടമുള്ള പാട്ടുകൾ എടുത്ത് പാടുന്ന കൂട്ടത്തിൽ ഒരു 80-90% പാട്ടുകൾ അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെയായിരുന്നു. ദാസേട്ടന്റെ രൂപം ആദ്യം തന്നെ മനസ്സിൽ വന്നു. പിന്നെ സിനിമ മാഗസീനിൽ കൂടെയാണ് ആദ്യമായിട്ട് കാണുന്നത്. ഒരാളെന്തോ ചോദിക്കാൻ വേണ്ടി മലയാളികളുടെ തികച്ചും അഹങ്കാരമായ, അഭിമാനമായ, ഈ യുഗത്തിൻ്റെ പ്രതിഭാസമായ പത്മശ്രീ ഡോക്ടർ KJ യേശുദാസ് എന്ന ഗാനഗന്ധർവൻ കഴിഞ്ഞ് മലയാളികൾക്ക് ഘനമുള്ള ഒരു പുരുഷ ശബ്ദം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചത് മർക്കോസിൽ നിന്നാണ്. യേശുദാസിനെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരു സിംഗറാണ് KG മർക്കോസ്. അദ്ദേഹം അനുകരണം എന്നത് കലയിൽ എവിടെയും ഉള്ളതാണ്. അനുകരണമില്ലാതെ കലയില്ല. അതായത് എന്ത് കലയാണെങ്കിലും, സംഗീതമാണെങ്കിലും അഭിനയമാണെങ്കിലും എന്തിനും ഒരു റോൾ മോഡൽ എല്ലാവരുടെയും ഉള്ളിൽ കാണും. അതൊരു സത്യമാണ്. എനിക്ക് ഈ അവസരത്തിൽ മാർക്കോസിനോട് ചോദിക്കാനുള്ളത്, ഇത്രയും നാളത്തെ സംഗീത ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ മാർക്കോസിന് ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാവും അല്ല? തീർച്ചയായിട്ടും എല്ലാ ഇതിലും നമുക്ക് ജീവിതത്തിലെ വേദനകളായിരിക്കും ഒരു നല്ല ശതമാനം. നല്ല അനുഭവങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ കുറവായിരിക്കും. പക്ഷെ നമ്മൾ ഓർക്കുന്ന എപ്പോഴും നല്ല അനുഭവങ്ങളായിരിക്കും. കാരണം എന്തെങ്കിലും നമുക്ക് മുമ്പോട്ടുള്ളൊരു യാത്രയിൽ ഒരു എന്താ പറയുക, ഒരു ഗതി, സുഗമമായ ഒരു ഗതി ഉണ്ടാവുള്ളൂ. കാരണം പഴയത് ഓർത്ത് നമ്മൾ വിഷമിച്ചിരുന്നാൽ പ്രയാസമാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. അത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, എനിക്ക് മാത്രമല്ല, ഒരുവിധപ്പെട്ടവർക്ക് എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഈ വയസ്സ് 58 എന്ന് പറയില്ല മാർക്കോസ്. ആണോ? ഞങ്ങളൊക്കെ ഇപ്പം അല്ല, മുകേഷ് നിത്യനായകനാ. അപ്പം മുകേഷിനാണോ മാർക്കോസിനാണോ വയസ്സ് കൂടുതൽ? ഏതാണ്ട് സെയിം ആയിരിക്കും. അല്ലെ എന്നെക്കാൾ 1-2 മാസ വ്യത്യാസം കാണുള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ മുകേഷ് 50 പറഞ്ഞ് നടക്കണേ. ഇപ്പൊ ഏതൊക്കെയാലും ആദ്യമായിട്ടാണ് മുകേഷിന്റെ വയസ്സ് മാർക്കോസ്. എന്നാൽ സുരേഷ് ഗോപിയുണ്ട്, ഞാനും സുരേഷും ഒക്കെ ഒന്നിച്ച് പഠിച്ച, ഞങ്ങൾ ഒരു കോളേജിൽ പഠിച്ച. അപ്പൊ 3 പേരുടെ വയസ്സ് 58. എന്തായാലും 58ന്റെ ബ്രാക്കറ്റിലാണ് മുകേഷും സുരേഷ് ഗോപിയും. തീർച്ചയായും ആണല്ലോ, അതിന് മാറ്റമില്ല. മാറ്റമില്ല. നാളെ മാർക്കോസ് മാറ്റി പറഞ്ഞില്ല. ഞാൻ മാറ്റി പറയത്തില്ല. കാരണം എനിക്കത്ര ആയല്ലോ, അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിന് മുമ്പ് എനിക്ക് ഒരു പക്ഷേ സംഗീതത്തിലേക്കുള്ള താങ്കളുടെ വരവ് ഇത് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ളൊരു സിദ്ധിയാണോ? പാരമ്പര്യമാകണം. കാരണം വെച്ചാൽ എൻ്റെ ഫാദറിൻ്റെ അമ്മ അത്യാവശ്യം വീട്ടിൽ പാടുമായിരുന്നു, പള്ളിയിൽ കൊയറിൽ പാടുമായിരുന്നു. അതായത് അന്ന് ബ്രിട്ടീഷ് ഭരണകാലമാണ്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ ജീവിച്ചിരുന്നെങ്കിൽ ഒരു 130 വയസ്സൊക്കെ കണ്ടേനെ. അപ്പോൾ ആ ഒരു ഭരണകാലത്ത് ആദ്യകാലങ്ങളിൽ ഇവിടെ ഉണ്ടായത് ഈ പ്രൊട്ടസ്റ്റൻ്റ് CSI പോലുള്ള ചർച്ച് ഇതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിലെ ഒരു മെമ്പറായിരുന്നു. അപ്പോൾ കൊയറിൽ, പള്ളി കൊയറിൽ അപ്പോൾ അത്യാവശ്യം പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് മക്കളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എൻ്റെ ഫാദറിൻ്റെ ഒരു സിസ്റ്ററുണ്ട്, എൽഡർ സിസ്റ്റർ, പുള്ളിക്കാരി ഡോക്ടറാണ്. സംഗീതം കുറേ പഠിച്ചിരുന്നു. അത് പിൽക്കാലത്താണ് മനസ്സിലായത്. കാരണം വീട്ടിലെ പഴയ, എൻ്റെ ഫാദർ ഒറ്റ മോനാണ്. അപ്പോൾ വീട്ടിലെ വർഷങ്ങളായിട്ട് അടച്ചിട്ടിരുന്ന കുറേ അലമാരകളൊക്കെ തപ്പിയപ്പോൾ അതിൽ നിന്നൊരു 2-3 ബുക്ക് എനിക്ക് കിട്ടി. അപ്പോൾ അതെല്ലാം ശാസ്ത്രീയ സംഗീതമാണ്. സരളി വരിച്ചകൾ, ചെണ്ട വരിച്ചകൾ, ഗീതങ്ങൾ. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇത് ആര് പഠിച്ചതാണ് ഈ പഴയ ബുക്കുകൾ? അന്നേരം പറഞ്ഞു, എടാ പെങ്ങൾ പഠിച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ പെങ്ങൾ പഠിച്ചിരുന്നു എന്നുള്ളതിനൊരു തെളിവായി. അപ്പോൾ താങ്കൾ പഠനം ആരംഭിച്ചോ? അപ്പം ഞാൻ ആ സമയത്ത് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതായത് അച്ഛൻ സമ്മതിച്ചോ? അപ്പം സമ്മതിച്ചു. അവസാനം ഗതിയില്ലാതെ സമ്മതിക്കേണ്ട വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. താങ്കൾ ഇടഞ്ഞു? പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ പിന്നെ ദാസേട്ടൻ്റെ ആ ഒരു സ്വാധീനം അങ്ങ് ശരിക്കും ബാധയായിട്ട് വന്നു, ഉള്ളിലേക്ക് വന്നു. മതി എന്നങ്ങനെ ഒരു തീരുമാനം എടുത്തു. വസ്ത്രം അപ്പോഴേക്ക് മാറിയോ? ഇല്ല, വസ്ത്രം 12-13 വയസ്സ് മുതലേ വെള്ളയാണ്. അപ്പോൾ ഈ കോളേജിലേക്ക് പോകുമ്പോൾ ഈ പെൺകുട്ടികളെ ആകർഷിക്കാനെങ്കിലും കളർ വസ്ത്രം ഇടണ്ടേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ അറിയാമല്ലോ, പൊതുവേ സ്ട്രിക്റ്റ് ആണ്, എല്ലാ കാര്യത്തിലും സ്ട്രിക്റ്റ് ആണ്. കാരണം ഒരു സമരം വന്നാൽ അടുത്ത നിമിഷം വീട്ടിൽ എത്തിക്കൊള്ളണമെന്നാണ്. അപ്പൊ താങ്കൾക്ക് വസ്ത്രം, കളർ വസ്ത്രം ഇട്ടിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല? ഇല്ല, കാരണം അച്ഛൻ വെള്ളം ധരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പുള്ളിക്ക് വസ്ത്രം എടുക്കുന്ന കൂട്ടത്തിൽ എനിക്ക്, എൻ്റെ ജ്യേഷ്ഠന്, എൻ്റെ അനിയന്, ഞങ്ങൾക്ക് 3 പേർക്കും പുള്ളിക്ക് എടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കും കൂടെ അങ്ങ് എടുക്കുക. അപ്പം നമുക്ക് പിന്നെ വേറൊരു മറുവാക്കില്ല. അയ്യോ എനിക്കിത് വേണ്ട, ഇന്നത്തെ പിള്ളേർ പറയുന്ന പോലെ ഇത് ഞാൻ ഇടത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇട്ടോളണം. പിന്നെ വല്ല ഓണോ പിന്നെ ക്രിസ്മസോ അല്ലെങ്കിൽ ഏതെങ്കിലും ബർത്ത്ഡേയോ ഒക്കെ വരുമ്പം കളർ ഡ്രസ്സ് കിട്ടിയാൽ കിട്ടി. നമ്മൾ അങ്ങനെ നമുക്ക് ഇന്നത് വേണമെന്നുള്ള ചോയ്സ് ഒന്നും അന്നേരം ഇല്ല. താങ്കൾ കോളേജിൽ പോകുന്നത് ശുഭ്രവസ്ത്രധാരിയായി? കോളേജിലല്ല, ഞാൻ ഹൈസ്കൂൾ മുതലേ എല്ലാ ഇതിനും വെള്ള തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. സ്കൂളിൽ പോയപ്പോഴും കോളേജിൽ വന്നപ്പോഴും പിന്നീട് ജീവിതത്തിലാണെങ്കിലും എല്ലാം അന്നും ഇന്നും ഒക്കെ വെള്ള തന്നെയാണ്. കോളേജിൽ പഠിക്കുമ്പോഴേക്കും താങ്കൾ ഒരു ആസ്ഥാന ഗായകനായി കോളേജിന്റെ, അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ താങ്കൾ ചില ഗാനമേള ട്രൂപ്പുകളിലേക്ക് മാറി.
തിരുവനന്തപുരത്ത് എന്തോ സിത്താരക്കാർ താങ്ങക്കെട്ട് കൈവെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം നടന്നതായിട്ട് കേട്ടല്ലോ. സത്യമായിരിക്കാം. കാരണം എൻ്റെ ചുറ്റുപാട് ഇങ്ങനെ ആയിരുന്നു, വീട്ടിലെ ചുറ്റുപാട്. അപ്പം ഗാനമേളയ്ക്കൊന്നും അങ്ങനെ നമുക്ക് ധൈര്യമായിട്ടൊരു ട്രൂപ്പൊക്കെ തുടങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ രഹസ്യമായിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ കൊല്ലത്ത് ഇങ്ങനൊരു പാട്ടുകാരനുണ്ട്, യേശുദാസിനെ പോലെ പാടുന്ന ഒരാളുണ്ടെന്നൊക്കെ ഉള്ളൊരു റൂമർ ഇങ്ങനെ വന്നു. തിരുവനന്തപുരത്ത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ സ്വന്തം പേരിൽ KG മാർക്കോസ് ആൻഡ് പാർട്ടി എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു പരിപാടിയിൽ ഈ സത്യനായക പാടിയപ്പോൾ അതങ്ങ് ഹിറ്റായി. ഞാൻ വേദിയിൽ നിന്ന് താഴെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ 3 പ്രോഗ്രാം അവിടെ ബുക്ക് ചെയ്തു. സത്യനായക 3 പ്രോഗ്രാം ഉണ്ടാക്കി തന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് എനിക്ക് 2-3 പ്രോഗ്രാമായി. ഞാൻ കൂടെ തിരുവനന്തപുരത്ത് വരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഓർക്കസ്ട്ര ഇല്ല. അപ്പോൾ ഞാനൊരു ഓർക്കസ്ട്ര ഹയർ ചെയ്യാണ്. അപ്പോൾ ഈ ഓർക്കസ്ട്ര ഞാൻ ഹയർ ചെയ്തു. അവരെയും കൊണ്ട് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നു. അവിടെ വരുന്ന പ്രോഗ്രാംസൊക്കെ ഇവർ ബുക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് പ്രോഗ്രാം കിട്ടുന്നില്ല. അങ്ങനെയാണ് പ്രശ്നം വന്നത്. അത് ശരി. എൻ്റെ പ്രോഗ്രാംസ് ഞാൻ അവിടെ വേദിയിൽ പാടി എന്നെ കാണാനായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് ഞങ്ങൾ മാർക്കോസിനെ കൊണ്ടുവരാം, ഞങ്ങൾ മാർക്കോസായിട്ട് ഒരു ഇതുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അത് ബുക്ക് ചെയ്യുന്നു. നമ്മൾ താഴെ വരുമ്പോഴാണ് ചേട്ടാ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം. അപ്പോൾ പിന്നെ പതുക്കെ അങ്ങ് വിട്ടു, ആ ഓർക്കസ്ട്ര വേണ്ടാന്ന് വെച്ചു. അതാണ്. അതിനുശേഷം താങ്കൾ അവിടെ കാലുകുത്തി അടി കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞ് മുഴുവൻ പരിപാടി എൻ്റെതായി പോയി തിരുവനന്തപുരത്ത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ആദ്യം സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ അത് സംരക്ഷണമൊക്കെ ആയിട്ടാണ് താങ്കൾ പോയെന്ന് ആരോ പറയുന്നുണ്ട്. ഞാനല്ല സെനറ്റ് ഹാളിൽ പാടിയത്. സെനറ്റ് ഹാളിലെ പ്രോഗ്രാമിന് ഞാൻ പോയില്ല, പേടിച്ചിട്ട്. ഇല്ല, ആ പ്രോഗ്രാം അവിടെ നടന്നില്ല. ഇങ്ങനെ പിടിച്ച പ്രോഗ്രാമാണ്. ശരി. എനിക്ക് വന്ന പ്രോഗ്രാം സെനറ്റ് ഹാളിൽ അന്ന് SFIക്കാർ നടത്തിയൊരു പ്രോഗ്രാമാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ പ്രോഗ്രാമിന് ഞാൻ പോയില്ല. ആരോ പറഞ്ഞു കേട്ട് താങ്കൾക്ക് എന്തോ പ്രൊട്ടക്ഷനായിട്ട് മറ്റേ അജന്ത സൗണ്ട്സിൻ്റെ മാണിക്യം നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ പ്രദാനം ചെയ്തു. എനിക്ക് മനസ്സിലായില്ല അതെങ്ങനെയാണെന്നുള്ള കാര്യം. താങ്കളെ പിന്നെ തിരുവനന്തപുരത്ത് കയറ്റുന്ന ഈ ഒരു പ്രൊട്ടക്ഷനിലാണെന്ന്. അല്ല, തിരുവനന്തപുരത്ത് അന്നും ഇന്നും ഞാൻ തന്നെയാണ് സൂപ്പർ ഹിറ്റായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. പാടിയാൽ താങ്കൾക്ക് പേടിയൊന്നും അങ്ങനെ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു വലിയൊരു സംഭവം ഒന്നും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ അടി പല സ്ഥലത്തുനിന്നും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് എനിക്കോ ഇന്ന് വരെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പൈസയുടെ പേരില്ല, പലരും പൈസ തരില്ലല്ലോ, അത് വലിയ പറ്റിച്ചു വിടും അല്ലേ അന്നത്തെ കാലത്ത്. ഇന്ന് പിന്നെ നമുക്ക് പൈസ നേരത്തെ അഡ്വാൻസ് വാങ്ങിക്കാം. മറ്റേ അതല്ല, ഒരു 100 രൂപ അഡ്വാൻസ് തന്നിട്ട് ബാക്കി മുഴുവൻ പരിപാടി സ്ഥലത്താണ് തരുന്നത്. അവിടെ ചെല്ലുമ്പം പരിപാടി നമ്മൾ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ബാഗ് വെച്ച പുള്ളിയെ കാണത്തില്ല. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാട് പേർക്കുണ്ടായിട്ടുണ്ട്. വലിയ വലിയ ആൾക്ക്, സാമ്പശിവൻ അല്ലെങ്കിൽ വലിയ വലിയ സിമതിക്കാർക്ക്, ഗാനമേളക്കാർക്ക്, ദാസേട്ടന് പറ്റിയിട്ടുണ്ടല്ലോ. ദാസേട്ടന് പൈസ കൊടുക്കാതെ പോയിട്ടുള്ള എത്രയോ പേരുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ കലാരംഗത്തുള്ള ആദ്യകാലത്ത് ഇത് ഗുസ്തിയാണ്. ഈ പറഞ്ഞ ഈ ഗാനമേള എന്ന് പറഞ്ഞ ഒരു പകുതി. തീർച്ചയായിട്ടും നേരത്തെ, അതായത് ഒരു 80 കാലഘട്ടത്തിലൊക്കെ ഇത് വലിയൊരു ഗുസ്തി തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ അല്പം സ്വല്പം സ്വാധീനമുള്ള ആളോ, പൈസ കൊണ്ടോ, രാഷ്ട്രീയം കൊണ്ടോ, അല്ലെങ്കിൽ ഗുണ്ടായുസം കൊണ്ടോ ഒക്കെ അല്പം സ്വല്പം സ്വാധീനമുള്ളവരായിരിക്കും ഇങ്ങനെയുള്ള പ്രോഗ്രാം പരിപാടി നടത്തുന്നത്. അപ്പം അവിടെ ചെന്ന് നമുക്ക് ആളാകാനും പറ്റത്തില്ല. അപ്പം ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴുള്ള മനസ്സിലുള്ള വികാരം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയോ, ചില്ലറ കിട്ടുമോ എന്നുള്ളത് അങ്ങനെ ഉണ്ട്. ചിലപ്പോൾ കിട്ടാതെ പോയാലോ എന്ന് ചിന്തിക്കുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചെന്ന് കയറുന്ന ഇവരുടെ മുഖത്തൊക്കെ ഒരു ലക്ഷണം നോക്കും അല്ലേ? പക്ഷെ പലരും നമ്മളോട് അങ്ങനെ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ അപൂർവം 10,000-3000 മേലെ സ്റ്റേജ് കയറിയിട്ടുണ്ട്. അതിലൊരു 100 സ്റ്റേജിൽ പോലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മിക്കവാറും ഒക്കെ കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ വാളകത്തെന്ന് പറയുന്നത് ഇന്നത്തെ വലിയ സിനിമാ ലോകത്തൊക്കെ ഉള്ള ഒരു വലിയൊരു പാർട്ടിയാണ്. ചാരായം, കള്ള് ഒക്കെ വിറ്റിരുന്ന ഒരു സംഭവമാണത്. ആൾക്കാരാണ് അവരിന്ന് വലിയ ആൾക്കാരാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് സത്യം പറഞ്ഞ ബാലകൃഷ്ണപിള്ള നമ്മുടെ മന്ത്രി, നിങ്ങളുടെ കൂടെ ഒരു വിൻസെന്റ് തോമസ് ഉണ്ടായിരുന്നു. മൂപ്പർക്കിട്ടാണ് കൂടുതൽ കിട്ടിയത്. ഇല്ല, ആർക്കും അങ്ങനെ അടിയൊന്നും കിട്ടിയതായിട്ട് എനിക്കറിയില്ല. കാരണം ഒരു തലോടല് അടിയല്ല. കാരണം വെച്ചാൽ നമ്മൾ അരമണിക്കൂർ അവിടെ താമസിച്ചാണ് ചെല്ലുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ബാലകൃഷ്ണപിള്ള, ഗണേശൻ്റെ അപ്പൻ, അദ്ദേഹം കൊട്ടാരക്കര എന്തോ ഒരു പ്രോഗ്രാം, പെട്ടെന്ന് അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അന്ന് ഞങ്ങൾ വളരെ അടുത്ത് പരിചയമുള്ള സമയമാണ്. ഗണേശൻ എപ്പോഴും എന്നെ കാണാനും വിളിക്കാനും ഒക്കെ വരുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഏറ്റു, ആ പ്രോഗ്രാം ഏറ്റു. അത് ഇവർ രണ്ടും 2 ഗ്രൂപ്പാണ്. ഒന്ന് കോൺഗ്രസും, കേരള കോൺഗ്രസും, ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല, ഈ പ്രോഗ്രാം അതിന് മുമ്പ് എടുത്തത്. അപ്പോൾ ഇതെങ്ങനെയല്ലോ ഒന്ന് കലക്കണം. അപ്പോൾ സൂക്ഷം പോലെ അത് അവിടുന്ന് കറങ്ങി തിരിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അരമണിക്കൂർ ലേറ്റ് ആയിപ്പോയി. അതേ ഉള്ളു സംഭവം. ആ കാരണം പറഞ്ഞു തുടങ്ങി. ആ കാരണം പറഞ്ഞാണ് പൈസ തരാതെ ഉള്ളൊരു പരിപാടിക്ക് മുമ്പ് പൈസ തരത്തില്ല എന്നുള്ളൊരു ഇതായിരുന്നു സംഭവം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെയ്തു കൊടുക്കേണ്ടി വന്നു. പരിപാടിക്ക് ശേഷം പൈസ തരുവുള്ളൂ. അവിടെ പ്രത്യേകിച്ച് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഇതൊക്കെ അന്നത്തെ കാലത്തെ ഗാനമേളയുടെ ഭാഗമാണ്. അതെ, തീർച്ചയായും. മാർക്കോസ്, ഈ സിനിമ എന്നുള്ളത് താങ്കളെ എപ്പോഴും
ഭ്രമിച്ചിരുന്ന ഒരു സാധനമാണോ? അതായത് സിനിമയിലേക്ക് പ്രവേശിക്കുക. അത് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. കാരണം ഇന്നത്തെ പോലെ നമുക്ക് മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ഒന്ന് അറിയപ്പെടുത്തി എടുത്ത് കൊണ്ടുവരണമെങ്കിൽ സിനിമയ്ക്കായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനം. ഇന്നിപ്പോൾ ആർക്കും സിനിമയിൽ പാടാം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തി. അന്ന് സിനിമയെ പാടി കിട്ടിയ രക്ഷപ്പെട്ടു. അന്ന് സിനിമയിൽ പിന്നണി ഗായകൻ എന്നുള്ള ലേബൽ കിട്ടിയാൽ നമുക്ക് ഗാനമേള കിട്ടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നാൽ ഒരു പ്രയോറിറ്റി കിട്ടും. അപ്പം പക്ഷെ സിനിമയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. എനിക്ക് തൊട്ടു മുമ്പത്തെ ജനറേഷനിലെ ഏറ്റവും സീനിയറായിട്ടുള്ളൊരു സിംഗറാണ് മാർക്കോസ് ചേട്ടൻ. മാത്രമല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എറണാകുളത്തുകാരായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഏറ്റവും അധികം നല്ലൊരു സൗഹൃദ ബന്ധം പുലർത്തുന്നൊരു വ്യക്തിയും കൂടിയാണ് മാർക്കോസ് ചേട്ടൻ. 25 വർഷമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, മാർക്കോസ് ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ മറ്റ് സിംഗേഴ്സിൽ നിന്ന് മാർക്കോസ് ചേട്ടനെ വ്യത്യസ്തനാക്കുന്നത് മാർക്കോസ് ചേട്ടൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സും വളരെ എന്താ പറയുക ശുദ്ധമായിട്ടുള്ളൊരു മനസ്സാണ് മാർക്കോസ് ചേട്ടൻ്റെ. ഉള്ള കാര്യം ആരുടെ മുഖത്ത് നോക്കിയും പറയാനുള്ള ഒരു ചങ്കൂറ്റവും അതെനിക്ക് തോന്നുന്നു അതാണ് മാർക്കോസ് ചേട്ടൻ മറ്റ് സിംഗേഴ്സിന് വ്യത്യസ്തനാക്കുന്നത്. അത് കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള അഭിപ്രായം. മാർക്കോസ് ചേട്ടൻ ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ആദ്യ ഗാനമായ കന്നിപ്പൂ മാനം എന്ന ഗാനം തന്നെയാണ്. എനിക്ക് വേണ്ടി ഒരു 4 വരി പാടിയാൽ നന്നായിരുന്നു. അതാണ് ആദ്യത്തെ ബ്രേക്കല്ലേ? തീർച്ചയായും ബാലചന്ദ്രമേനോന്റെ. എങ്ങനെയത് വന്നു പെട്ടത്? അത് ഈ പറഞ്ഞല്ലേ, താങ്കൾ ഇവരെങ്ങനെയുള്ള സംവിധായകരുടെ അടുത്ത് ചാൻസ് ചോദിച്ച് പോകും? ഞാൻ ഇന്നുവരെ അങ്ങനെ പോയിട്ടില്ല. മേനൻ എൻ്റെ സീനിയറായിട്ട് കോളേജിൽ പഠിച്ചാണ്, ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അദ്ദേഹം അവിടുന്ന് MA കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം. അത് കഴിഞ്ഞ് പിന്നെ ട്രിവാൻഡ്രത്ത് ജേർണലിസത്തിന് പോയി. അപ്പോൾ കോളേജിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും, പ്രത്യേകിച്ചും കലാപരമായിട്ടുള്ള ഫംഗ്ഷൻ ഉള്ളപ്പോൾ മേനനാണ് വന്ന് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പരിചയമുണ്ട്. എന്നെക്കാൾ 5-6 ക്ലാസ് മേലെയാണ്. അപ്പോൾ മേനൻ ചേട്ടാന്നാന്നും വിളിക്കുന്നത്. അപ്പോൾ മേനനായിട്ടുള്ള ആ അടുപ്പം വെച്ചിട്ട് അദ്ദേഹത്തെ പോയി കണ്ടതല്ല, എൻ്റെ അമ്മയുടെ അനുജത്തിയെ കോട്ടയത്തെ അന്നത്തെ പ്രമുഖമായ ഒരു സിനിമാ കമ്പനിയിൽ ആണ്, അവരുടെ ആ ഗ്രൂപ്പിലാണ് കല്യാണം കഴിച്ചത്. അതായത് സെഞ്ച്വറി ഫിലിംസ്, സെൻറ്റനറി ഫിലിംസ്, സെൻട്രൽ ഫിലിംസ്, ഡിന്നി ഫിലിംസ്, ഇതെല്ലാം അവരുടെയാണ്, ആ ഫാമിലിയുടെയാണ്. സെഞ്ച്വറി ഫിലിംസ് അന്ന് കത്തി നിൽക്കുന്ന ഒരു ബാനറാണ്. അപ്പം എനിക്ക് അന്ന് ഞാൻ പറഞ്ഞല്ലോ, ജൂനിയർ യേശുദാസ് എന്നുള്ള രീതിയിലും കൊല്ലത്തൊരു നല്ല പാട്ടുകാരനുണ്ട് എന്ന് പറയുന്ന ഒരു കാലഘട്ടം കൂടെ ആയിരുന്നുകൊണ്ട് ഒരുപാട് ഗാനമേളകൾ ഉണ്ടായിരുന്നു, സിനിമയിൽ വന്നിട്ടില്ലെങ്കിൽ കൂടി. അങ്ങനെ ഞാൻ കോട്ടയത്ത് BCM കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്, അവരുടെ സിൽവർ ജൂബിലി സെലിബ്രേഷൻസിന് ഉച്ചയ്ക്ക് സ്റ്റുഡൻസിനും വൈകുന്നേരം 6 മണിക്ക് പബ്ലിക്കിനും 2 പ്രോഗ്രാം അവിടെ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ അമ്മയുടെ അനുജത്തിയും സെഞ്ച്വറി കൊച്ചുമോൻ്റെ അമ്മയും അവർ ഒരു ഗ്രൂപ്പ് വന്നു വൈകിട്ടത്തെ പ്രോഗ്രാം കേൾക്കാൻ. അപ്പോൾ അമ്മയുടെ അനിയത്തിയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയെങ്കിലും സെഞ്ച്വറിക്കാരോട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്മളന്ന് കേട്ടണം. പക്ഷേ അവരൊന്നും പറഞ്ഞാൽ അങ്ങനെ കേൾക്കത്തില്ലല്ലോ. ഭാഗ്യത്തിന് ഏതായാലും ഇവരെല്ലാം കൂടെ അന്ന് ആ പ്രോഗ്രാമിന് വന്നു. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ കൊച്ചുവിൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, മോനെ നിനക്ക് സിനിമയിലൊക്കെ പാടാൻ താല്പര്യമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി അതല്ലേ താല്പര്യം, ഒന്ന് കയറി കിട്ടുക എന്നുള്ളതാണ് താല്പര്യം. ഞാൻ നോക്കട്ടെ, ഞാൻ കൊച്ചുമാനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ ഇതൊക്കെ എല്ലാവരും പറയുന്നതല്ല, ഒന്ന് വിട്ടു. 1-2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മദ്രാസിൽ നിന്നൊരു കോള് വരിക, അത്യാവശ്യമായിട്ടും മദ്രാസിൽ വരണം. ഞാൻ ഇതുവരെ അന്നേരം മദ്രാസിൽ പോയിട്ടില്ല. അപ്പോൾ കാര്യം ചോദിച്ചാൽ പറഞ്ഞു, സെഞ്ച്വറി ഫിലിംസിൽ നിന്നാണ്, നിങ്ങൾ അത്യാവശ്യമായിട്ട് മദ്രാസ് വരെ വരണം. അങ്ങനെ ഞാൻ മദ്രാസിൽ ചെല്ലുന്നു. അപ്പോൾ അമ്മയുടെ വേറൊരു അനുജത്തിയെ മദ്രാസിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഈ നമ്മുടെ മനോരമ കണ്ടത്തിലാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നു, പുള്ളിക്കാരി എന്നെ കോടമ്പകത്ത് കൊണ്ടാക്കി. അപ്പോൾ തരങ്ങണി വെച്ചിട്ടാണ്, മദ്രാസ് തരങ്ങണി വെച്ചാൽ അവിടെ ചെന്നു. ജോൺസൺ മാഷ് പാട്ട് കേട്ടു, എന്നെ കൊണ്ട് 2-3 പാട്ട് പാടിച്ചു, സിനിമയിലല്ലാത്ത കുറച്ച് പാട്ടുകൾ പാടിച്ചു. അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തിരിച്ച് നാട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം തരങ്ങണിയിൽ റെക്കോർഡിങ് ഫിക്സ് ചെയ്തിരിക്കുന്നു, വന്ന് പാടാൻ പറഞ്ഞു. അങ്ങനെയാണ് പോയി കന്നിപ്പൂമാനം പാടിയത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിരുന്നു. അതൊരു തുടക്കമായിരുന്നു. അതെ, തുടർന്ന് അങ്ങോട്ട് എനിക്ക് 82, 83, 84 വർഷങ്ങളിൽ പടങ്ങൾ കിട്ടി. അപ്പോൾ ഞാൻ ബിജുവിൻ്റെ ആഗ്രഹം സാധിക്കാൻ, ഈ പറഞ്ഞ പോലെ ഒരു 95 കാലഘട്ടം മുതൽ ഞാൻ ബിജുവിനെ അറിയും. ആദ്യം അദ്ദേഹം എനിക്ക് കുറച്ച് ട്രാക്കൊക്കെ പാടിയിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, എല്ലാവരുമായിട്ടൊരു ഇത് വെക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഈ പാട്ട് പാടിയിട്ട് നമുക്ക് ബിജുവിനോടുള്ള സ്നേഹം കൂടി പ്രകടിപ്പിക്കാതെ മാത്രമല്ല, മാർക്കോസിന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ,
എൻ്റെ മനസ്സിൽ കൈമണി തന്നലായി പുൽകാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ. എൻ്റെ മനസ്സിൽ കൈമണി തന്നലായി പുൽകാൻ നീ വന്നു. ലാലൻ ലാലാ ലാലാ ലാലൻ ലാലാ ലാലാ. ഈ ഒരു പാട്ട് ഹിറ്റായതാണ് ഒരുപക്ഷെ മാർക്കോസിനെ മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റുകൾ പ്രദാനം ചെയ്യാനുള്ള വഴി നൽകിയത്. നേരത്തെ എന്നോട് ചോദിച്ചു തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ തന്നെ തിക്താനുഭവങ്ങളായിരുന്നു. കാരണം വെച്ചാൽ ഈ പാട്ട് തട്ടിക്കളയാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ പല സ്ഥലത്തു നിന്നുണ്ടായി. അപ്പം മേനേജേട്ടൻ പറഞ്ഞു ഇല്ല, അത് പുള്ളി തന്നെ പാടുന്നത്. ആ സീനിൽ ഞാൻ അഭിനയിക്കുന്നത്. അപ്പം അത് ഞാൻ തന്നെ തീരുമാനിച്ച കാര്യമാണ്. ജോൺസൺ മാഷ് പറഞ്ഞു അത് അവൻ തന്നെ പാടിയാൽ മതി, അവന് ഫിക്സ് ചെയ്ത പാട്ടാണ്, അത് അവൻ തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞത് ഈ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ മെയിൻ ആൾക്കാരല്ല, അവരുടെയൊക്കെ ശിങ്കിടികളാണ് ഇവിടെ. പക്ഷേ ഈ മെയിൻ ആൾക്കാരുടെ ശിങ്കിടികൾ എന്ന് പറയുമ്പോൾ മെയിൻ ആൾക്കാരുടെ മനസ്സ് വായിച്ചിട്ടാണല്ലോ അവർ ചെയ്യുക. അല്ല, അത് അവരുടെ മനസ്സ് അറിയണമെന്നില്ല. കാരണം അവരുടെ ഗുഡ് ബുക്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ. ഒരു പക്ഷേ താങ്കൾ ഈ മെയിൻ ആൾക്കാരെ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ കാണുന്ന ഒരു തന്ത്രമാണോ അത് അവരുടെ ശിങ്കടികളാ? അല്ലല്ല. കാരണം ഈ മെയിൻ ആൾക്കാരെന്ന് ഞാൻ പറഞ്ഞത് ദാസേട്ടനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. അതിനില്ല തീർച്ചയായിട്ടും. കാരണം അന്ന് ഇന്ന് എന്നോട് വളരെയധികം എന്താ പറയുക, പാട്ടിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലായിട്ട് ചിലപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതൊരിക്കലും പിന്നെ സംഗീതത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് നേരിട്ട് അനുഭവങ്ങളില്ല. അപ്പോൾ ഈ പാട്ട് തട്ടിപ്പോകുന്നൊരു ഘട്ടം വന്നിരുന്നോ? ഉണ്ടായിരുന്നു. അങ്ങനെ പല താങ്കൾ ആശങ്കപ്പെട്ടു കിട്ടുമോ എന്നൊരു സംശയം പിന്നീട് വന്നു. ചില ഇതിൻ്റെ പ്രൊഡ്യൂസർ പോലും ഒരു അവസരത്തിൽ അങ്ങനെ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം ഈ പാട്ട് പുറത്തു വരുന്നതിന് മുമ്പ് താങ്കൾ കേട്ടോ? ഇല്ല, പുറത്ത് വരുന്നതിന് മുമ്പ് കേൾക്കാൻ പറ്റില്ല. അന്ന് അവിടെ പാടി കേട്ടു. അതിനുശേഷം ഇതെങ്ങനെ അതിൻ്റെ സീനിൽ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും, ആരായിരിക്കും, എന്തായിരിക്കും എന്നൊന്നും അറിയില്ലായിരുന്നു. അത് തിയേറ്ററിൽ വെച്ച് തന്നെ കണ്ടത്. മാത്രമല്ല ടൈറ്റിൽ നമുക്ക് ഇങ്ങനെ പാടിയത് KG മാർക്കോസ്. ഒറ്റയ്ക്കാണോ തിയേറ്ററിൽ പോയത്? വേറെ ആൾക്കാരെ കൂട്ടിയോ? ഇല്ല, എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്കായിരുന്നു എന്നാണ് ഓർമ്മ. അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ചിലപ്പം ഉണ്ടാവാതിരിക്കാം. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ പോയി. വീട്ടിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു പ്രതികരണം? ഞാൻ ഈ രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ അവർ കൂടി തീർച്ചയായും. അതുവരെ എതിർത്തിരുന്ന ആൾക്കാരൊക്കെ താങ്കളുടെ സംഗീതത്തിന്റെ ഒരു അവിടെ ഇങ്ങനെ ഓരോന്ന് തുറന്ന് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് ഇത് കുഴപ്പമില്ല, നമുക്ക് ഈ രംഗം മോശമല്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിയപ്പോഴത്തേക്കും പിന്നെ കുഴപ്പമില്ലാതെ പോയി. അടുത്തെനിക്ക് തോന്നുന്നു കൂലി എന്നുള്ള സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു ഗാനം, ഒരു ടൈറ്റിൽ സോങ് കൂടിയായിരുന്നു. അതെ. അത് രവീന്ദ്ര മാഷിന്റെ ഞാൻ പാടുന്ന ആദ്യത്തെ സിനിമയും അതാണ്. 83 മമ്മൂട്ടി അഭിനയിച്ച കൂലി. അന്ന് ഹിന്ദിയിൽ ബച്ചൻ അഭിനയിച്ച കൂലി ഉണ്ടായിരുന്നു. അതിന്റെ റീമേക്ക് പോലെ മലയാളത്തിൽ മമ്മൂട്ടി അഭിനയിച്ച. പക്ഷെ അതിനു മുമ്പ് മധുസാറിന്റെ ഉമ ആർട്സ് എന്ന് പറഞ്ഞ സിനിമയുടെ രതിലയം, ഭൂകമ്പം, സ്രാവ്. രതിലയത്തിൽ ഏത് പാട്ടായിരുന്നു? രതിലയത്തില് ഞാൻ ചിത്രയും കൂടെ പാടിയ ഒരു പാട്ടുണ്ട്. ചിത്രയും ഞാനും ആ സമയത്ത് തുടക്കമാണ്. കടലിലും കരയിലും ചുരുളിടും തിരയിലും കടലിലും കരയിലും നവനവഗാനം പാടി കാർമുകിൽ പൈങ്കിളി വരൂ വരൂ പൊൻപ്രിയൻ പ്രിയതര തൽപ്പം തീർക്കാൻ വിണ്ണിലെ പീലികൾ തരൂ തരൂ ഈ കടലിലും കരയിലും നവനവരാഗം പാടി പാടി. കൂലിയിലല്ലായിരുന്നോ അല്ലേ? കൂലിയില് ജീവിക്കാനായി ഭാരം തൂക്കുന്ന മനുഷ്യരല്ലോ എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ സോങ് ആയിരുന്നു. ടൈറ്റിൽ സോങ്. അതായത് ഇത് എല്ലാം എഴുതി കാണിക്കുന്ന സമയത്ത് ഉള്ള ഒരു പാട്ടായിട്ടാണ്. ഇതായിരുന്നു. ഇതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ വോയിസിന്റെ ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാൾ പാടുമ്പോൾ എങ്ങനെ അത് റെക്കോർഡ് ചെയ്യുന്നോ, അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ സംഗീതം എത്ര നേരം പ്രാക്ടീസ് ചെയ്യുന്നു, അങ്ങനെയൊന്നുമില്ല. നമുക്കൊക്കെ ഈ തിരുകിട സാധനങ്ങളാണ്. ഒന്ന് പാടിയിട്ട് എന്നുള്ള ആ ഒരു സ്റ്റൈലായിരിക്കും മിക്കവാറും അന്നൊക്കെ കിട്ടുക. ഇന്ന് കുറെ കൂടെ ഒക്കെ
കുറച്ചുകൂടെ പ്രൊഫഷണലായി മാറ്റങ്ങൾ പ്രൊഫഷണൽ റെക്കോർഡിങ്ങിലെ ആ ഒരു പ്രൊഫഷണലിസം അല്ല ഞാൻ പറയുന്നത്, പെരുമാറ്റത്തില് അന്നൊക്കെ നമുക്കൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കയറി പോകാൻ നമ്മൾ വരമ്പത്തിക്കുന്ന ആൾക്കാരാണ്, കയറി പോകാൻ പറ്റത്തില്ല. കാരണം അതിൽ മുൻനിരയിൽ നിൽക്കുന്നവർ ആരാണോ, നടനമാണേലും പാട്ടാണേലും മറ്റു തരത്തിലുള്ളവരാണേലും ഒക്കെ അവരുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സമയത്ത് ഒരു മനസ്സിലൊരു നീറലുണ്ടാവുമോ മാർക്കോസ്? അപ്പം ഈ പറഞ്ഞ പോലെ ഉണ്ടാവും. ഒരുപാട് ഞാൻ ചില സമയത്തൊക്കെ ഞാൻ രാവിലെ 8 മദ്രാസിലെ സിനിമാ സ്റ്റുഡിയോ ഒക്കെ 7:30 ആകുമ്പോൾ ചാലുവാകും. അപ്പം നമ്മൾ 7 മണിക്ക് സ്റ്റുഡിയോയിൽ വന്നിരിക്കുമ്പോൾ നമ്മളെ ആദ്യം വിളിക്കുമല്ലോ എന്നുള്ള ധാരണയിൽ ഇങ്ങനെ ഇരുന്നിട്ട് 4 മണി വരെ ഇരുന്നിട്ടുള്ള സമയമൊക്കെ ഉണ്ട്. ഇപ്പോൾ വിളിക്കും. അപ്പം നമ്മൾക്ക് ശേഷം വന്ന് പോയിട്ടുള്ള പാട്ടുകാർ വരെ പാടിപ്പോയിട്ട് ഞാൻ ഇരുന്നിട്ടുള്ള സമയമുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ പെട്ടെന്ന് അങ്ങോട്ടുള്ള ഒരു എൻട്രി അല്ല. ഒരുപാട് കടമ്പകൾ, അതായത് വലിയ വലിയ സംഗീത സംവിധായകരുടെ അല്ലെങ്കിൽ വലിയ വലിയ പ്രൊഡക്ഷൻ കമ്പനിക്കാരുടെ, സംവിധായകരുടെ, ഇവരുടെ എല്ലാം ഒരു സ്ക്രൂട്ടിനിറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സംഗീത സംവിധായകൻ്റെ മുമ്പിലേക്ക് എത്തുന്നത്. അവിടെ തന്നെ ഈ പറഞ്ഞ ഇപ്പോൾ ദേവരാം മാഷ്, ദക്ഷിണാമൂർത്തി സ്വാമി, അർജുന മാഷ്, അല്ല അതുപോലുള്ള വലിയ വലിയ സംഗീത സംവിധായകരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടത് പൂർണ്ണതയാണ്. അപ്പം നമുക്ക് 100% പൂർണ്ണത അന്നേരം അവിടെ ചിലപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പുതുമുഖമാണ്, നമുക്കൊരു വെപ്രാളം, ഉള്ളിലൊരു പേടിയുണ്ട്, ഇതെങ്ങനെ വരും, നമ്മൾ പാടിക്കഴിഞ്ഞാൽ അവിടെ റെക്കോർഡിങ് ആവുന്ന എങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ഫ്രീ അല്ലല്ലോ. 3-5 സിനിമ കഴിഞ്ഞപ്പോൾ താങ്കൾക്ക് കുറച്ചൊരു ഒരു ആത്മവിശ്വാസം വന്നില്ല? അപ്പോഴും ആത്മവിശ്വാസം വരാനായിട്ട് ഞാൻ വല്ലപ്പോഴാണ് കൊല്ലത്ത് നിന്ന് ചെന്നൈ ചെല്ലുന്നത്. അപ്പം നമുക്ക് എല്ലാവരും ടച്ചപ്പോഴേക്കും വിട്ടു, പുതുമുഖങ്ങളാണ്. അതേസമയം ഇവിടെ നമ്മൾ ദിവസവും കാണുന്നവരാണെങ്കിൽ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. മറ്റേതല്ല, നമ്മളവിടെ ചെല്ലുമ്പോൾ കുറേ പേര് മാത്രമല്ല ഇത്ര സിനിമകളിൽ പാടി കാര്യമൊന്നും അവിടെ ഇരിക്കുന്നവർക്ക് അറിയില്ല. ആ ഒരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ട്.